السلام عليكم ورحمة الله وبركاته. الحمد لله الملك الديان الكريم المنان الرحيم الرحمن خالق الإنس والجان ذاكر من ذكر وشاكر من شكر وناصر من نصر وغافر الذنب من استغفر يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي ويا غياثي عند كل كربتي ويا رجائي حين تنقطع حيلتي أفوض أمري إلى الله إن الله بصير بالعباد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. قد بلغت الرسالة وأديت الأمانة وكشفت عن الأمة وجاءت في سبيل الله حق جهادي فجزاك الله عنا أحسن الجزاء يا رسول الله. شبيئك بدر الليل بل أنت أنور ووجهك من ماء الملاحة أزأر فثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر علوم النجوم القلب والعقل شمس ومعرفة الرحمن بدر منور إمامي كتاب الله والبيت قبلتي وديني من الأديان أعلى وأفكر شفيعي رسول الله والله غافري ولا رب إلا الله والله أكبر. كان أحيانا يربي من يشاء بنظرتي فانظرن أولادكم يا شيخ نظر القدرة. لا إله إلا الله لا إله إلا الله محمد رسول الله. أسعدنا وادفع الشرور عنا يا سعيد عجلا بالفتح والنصر المتين يا سعيد. لا إله إلا الله لا إله إلا الله
إله إلا الله محمد رسول الله أوصلا رب البرايا ألف ألف من صلاة للنبي محمد وآله خير الصلاة لا إله إلا الله لا إله إلا الله إلا الله محمد رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين يا رسول الله انظر حالنا يا حبيب الله اسمع قالنا إنني في بحر هم مهرق خذ يدي السحل لنا أشقالنا وعلى موت سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് വനീയ തങ്ങളവറുകൾ, അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു പൊരുത്തപ്പെട്ട സംഗമമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസകന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹു മരിക്കുന്ന ദിവസമാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വല്ലിപ്പമാർ, വല്ലിമ്മമാർ, സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് ജാമിയ ജലാലിയെ സഹായിച്ച് സഹകരിച്ച് മുൻകാലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയവർ അള്ളാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസ് നൽകി അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കൊക്കെ അറിയാം, നമ്മളുടെ ജലാലിയ റാത്തീബിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മതപ്രഭാഷണത്തിന്റെ വേദിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായ ഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയം നിങ്ങളുടെ മുന്നിൽ സംഗമിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാളെ ജലാലിയ റാത്തീബിന്റെ വാർഷികം നടക്കേണ്ടത് കൊണ്ടൊക്കെ നാളെ എല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് തന്നെ നേരത്തെ നമ്മൾക്കത് അവസാനിപ്പിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിച്ച ഒരു കൂട്ടം പ്രവാചക പ്രേമികൾ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ മുഖത്ത്, റസൂലുള്ളാഹിന്റെ മുഖത്ത് മുത്തം കൊടുത്ത് മുത്തുനബിയുടെ ആശീർവാദവും സ്നേഹവും കിട്ടിയതായ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ, മഹാന്മാര്, സാദാത്യങ്ങള്, അള്ളാഹു അവിടുത്തെ മദദ് കൊണ്ടൊക്കെയും നമ്മളെ എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങളായി നമ്മളെല്ലാവരും മാറേണ്ടതുണ്ട്. മുത്തുനബിയെ നന്നായിട്ട് സ്നേഹിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അറിയോ നിങ്ങൾക്ക്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു പ്രമുഖനായ സ്വഹാബിയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയായി സ്നേഹം വെച്ച മഹാനാണ്. മാത്രമല്ല അദ്ദേഹത്തിനിക്ക് റസൂലുള്ളാഹിനെ പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും സാധിക്കാത്തൊരു മഹാനാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനിക്ക് എപ്പോഴും മുത്തുനബിയോട് കൂടെ സംഗമിക്കണം, റസൂലുള്ളാഹിനെ കണ്ടിരിക്കണം. അങ്ങനെ ഒരു ദിവസം
അദ്ദേഹം ദുഃഖിതനായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സൗബാൻ തങ്ങൾ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, യാ സൗബാൻ മാ ഗയ്യറ ലൗനക, എന്താ നിങ്ങളെന്താ ആകെ ഇങ്ങനെ വിവർണമായിരിക്കുന്നത്? എന്താ സൗബാനെ നിങ്ങളെ മുഖം ആകെ വിവർണമായിരിക്കുന്നത്? എന്ത് ടെൻഷനാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്? എന്താ നിങ്ങൾക്ക് മാനസികമായ പ്രയാസമുള്ളത്? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് എപ്പോഴും അങ്ങയുടെ സവിധത്തിൽ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങയുടെ മജ്‌ലിസിൽ എപ്പോഴും പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അങ്ങ് വഫാത്തായാൽ, അങ്ങ് ഈ ലോകത്തിൽ നിന്ന് വഫാത്തായി ഉന്നതമായ സൗബാനത്തിൽ ഇരിക്കുമ്പോ ഈ സാധുവായ സൗബാന് മരണപ്പെട്ടിട്ട് നാളെ മഹ്ശറിലേക്ക് വരുമ്പോ അല്ലാഹ് നാളെ അല്ലാഹുവിന്റെ ഹബീബെ അങ്ങേ എനിക്ക് കാണാൻ പറ്റുമോ? അങ്ങയുടെ സംഗീതത്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? അങ്ങയോട് കൂടി എനിക്ക് സഹവസിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് അതാണ് സൂറത്ത് സൂക്തം അവതരിപ്പിക്കപ്പെടുന്നത്. സൂറത്തുൻ നിസാഇൽ ഒരു ആയത്ത് ഇറക്കപ്പെടുകയാണ്. ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടാൽ അവന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചതായ നബിമാര് സിദ്ദീഖീങ്ങൾ എന്നിവരുടെ കൂടെയായിരിക്കുമെന്ന് അവൻ സഹവസിക്കുക എന്നുള്ള പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ഈ ആയത്തിറങ്ങുന്നു. മുഅ്മിനീങ്ങളെ, ഇത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നാളെ പരിഭ്രാന്തി പിടിച്ച മഹ്ശറയിൽ വെച്ച്, ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത മഹ്ശറയിൽ വെച്ച്, ഈ കാണുന്ന സൂര്യനെക്കായും 120 ഇരട്ടി വലിപ്പമുള്ള സൂര്യനാണ് നാളെ മഹ്ശറയിൽ വരുമ്പോ നീ അഭിമുഖീകരിക്കേണ്ടത്. ഈ സൂര്യന്റെ ചൂട് താങ്ങാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിലുള്ള സൂര്യന്റെ ചൂട് താങ്ങാൻ എങ്ങനെ നമ്മൾക്ക് സാധ്യമാകുക? ആ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിലെ ഹബീബായ മുത്തുനബിയോട് കൂടെ ഒന്ന് നമ്മൾക്കൊന്ന് കൂടേണ്ടയോ? റസൂലുള്ളാന്റെ കൂടെ നമ്മൾക്കൊന്ന് സഹവസിക്കേണ്ടയോ? റസൂലുള്ളാന്റെ മജ്‌ലിസിൽ നമ്മൾക്കിരിക്കേണ്ടയോ? നാളെ സ്വർഗത്തിൽ ചെന്നാൽ റസൂലുള്ളാൻ നമ്മൾക്കൊന്ന് കാണേണ്ടയോ? അതിനാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ അല്ലാഹു അനുഗ്രഹിച്ച നബിമാര് സിദ്ദീഖീങ്ങൾ ശുഹദാക്കന്മാരെ കൂടെ അവനിക്കതാ നാളെ സഹവസിക്കാൻ കഴിയും, സംഗമിക്കാൻ കഴിയും. അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് നമ്മൾക്ക് സാധിപ്പിച്ചു തരട്ടെ. അറിയോ, നിങ്ങൾക്ക് മഹാകവിയായ മോയിൻകുട്ടി വൈദ്യരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ മോയിൻകുട്ടി വൈദ്യർ, അദ്ദേഹം ആരായിരുന്നു? വലിയ സൂഫിയായിരുന്നു, ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് കവിത എഴുതിയ മഹാനാണ്. അവിടത്തെ 24ാമത്തെ വയസ്സില് ബദർ പടപ്പാട്ട് എഴുതിയ മഹാനാ. അങ്ങ്
അങ്ങനത്തെ മഹാനായ മോയിൻകുട്ടി വൈദ്യര് അറിയോ, നിങ്ങൾക്ക് ആശിക്കാണ്, മുത്തുനബിയെ സ്നേഹിച്ച മഹാനാണ്, റസൂലുള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമുള്ള മഹാനാണ്. അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിനിക്ക് മാരകമായൊരു രോഗം പിടിപെടുകയാണ്. ആ മാരകമായ രോഗം പിടിപെട്ടപ്പോ അദ്ദേഹത്തിനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, മഹാനവറുകൾ എന്ത് ചെയ്തു എന്നറിയോ, അദ്ദേഹത്തിനിക്ക് സംസാരിക്കാനും ദിക്ർ ചൊല്ലാനൊന്നും കഴിയാതെ വന്നു. അങ്ങനെ മരണം ആസന്നമായി കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ വന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന്റെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മഹാനവറുകൾക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തപ്പോ മഹാനവറുകൾ ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല, ആര് ചെല്ലുന്നില്ല? മഹാനായ മോയിൻകുട്ടി വൈദ്യരെ. ഇത് ഞാൻ വെറുതെ പറയുകയല്ല മുഅ്മിനീങ്ങളെ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ച, അദ്ദേഹത്തിനെ കുറിച്ച് എഴുതി വെച്ച ഒരു ഗ്രന്ഥത്തിൽ കണ്ടൊരു സംഭവമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഒരാൾ പറയുകയാണ്, മോയിൻകുട്ടി വൈദ്യർ ഒരുപാട് റസൂലുള്ളാഹിനെ കുറിച്ച് മദ്ഹ് എഴുതിയ മഹാനാണ്, പടപ്പാട്ട് എഴുതിയ ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തെന്ന് ചെല്ലുന്നില്ലെങ്കിൽ ചൊല്ലണ്ട. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലണ്ടെന്ന് വളരെ ദേഷ്യപ്പെട്ടങ്ങ് സംസാരിച്ചപ്പോ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ എന്ത് ചെയ്തു എന്നറിയോ? ഒരാളോട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും അതാ കഴിയാത്ത രൂപത്തിലുള്ള അസുഖമാണ് പിടിപെട്ടിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പേനക്ക് ആവശ്യപ്പെടുന്നു, ഒരു കടലാസിന് ആവശ്യപ്പെടുന്നു. എന്നിട്ട് മഹാനവറുകൾ അതാ ഒരു കടലാസിൽ എഴുതുകയാ, മൗത്തിന്റെ വേളയിൽ മറവി വരുത്തൽ, മൗത്തിന്റെ വേളയിൽ മറവി വരുത്തരുതേ മൗലാ ലത്തീഫേ, മനസ്സിൽ കലിമാന് അളവിൽ ചുരുക്കരുതേ, സൗത്ത് വിളിക്കൊരു ഇടർച്ച വരുത്തരുതേ, മൗത്ത് വേളയിൽ മറവി വരുത്തരുതേ. മോയിൻകുട്ടി വൈദ്യരും ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചെല്ലാത്ത അദ്ദേഹത്തിന് ചൊല്ലാൻ കഴിയുന്നില്ല. ദേഷ്യം പിടിച്ച ഒരാൾ സംസാരിച്ചു. മഹാനവറുകൾ എഴുതി വെച്ച കവിതയാണ്. അവസാനം മഹാനവറുകൾ എഴുതിയിട്ട് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് ആര് മരിച്ചത്? ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ. ആ മോയിൻകുട്ടി വൈദ്യരെ കുറിച്ചൊന്ന്, ഈ മോയിൻകുട്ടി വൈദ്യർ ആളുകളാണെന്ന് പറയുന്ന ആളുകൾക്ക് ഒന്ന് മനസ്സിലാക്കണം. ബദരീങ്ങളോട് വലിയ സ്നേഹമായിരുന്നു ആർക്ക്? മോയിൻകുട്ടി വൈദ്യർക്ക്. അല്ലാഹു തആല അവരുടെ മദദ് കൊണ്ടും കറാമത്ത് കൊണ്ടും ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. റസൂലുള്ളാഹിനോട് വലിയ ഇഷ്കുള്ള മഹാനായിരുന്നു മോയിൻകുട്ടി വൈദ്യർ. നമ്മളും മുതഅല്ലിമീങ്ങളൊക്കെ എല്ലാവരും റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കുക. ജീവിതത്തിൽ പ്രഭാഷണം നടത്താൻ കഴിഞ്ഞാലും കവിത ചൊല്ലാൻ കഴിഞ്ഞാലും നമ്മൾക്ക് പ്രഭാഷണ മേഖലയിലും തൂലിക മേഖലയിലും ഏറ്റവും കൂടുതൽ നമ്മൾ ചലിപ്പിക്കേണ്ടത്, നമ്മളെ തൂലിക ചലിപ്പിക്കേണ്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്, റസൂലുള്ളാഹിനെ കുറിച്ചാണ്. അങ്ങനെയാണ് മുൻഗാമികളൊക്കെ ചെയ്തിട്ടത്. 44 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് ജീവിച്ച ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? അവിടത്തെ 24ാമത്തെ വയസ്സിൽ ബദരീങ്ങളെ കുറിച്ച് പടപ്പാട്ട് എഴുതി. ഇന്ന് എല്ലാവരും പാടിപ്പറയുന്നത് മഹാനവറുകളുടെ പടപ്പാട്ട. അദ്ദേഹത്തെ ഓർക്കാത്തൊരു കേരളമില്ല. കേരളത്തിലെ മിക്ക ആളുകളും ബദരീങ്ങളെ ഓർക്കുന്നത് മഹാനായ മോയിൻകുട്ടി വൈദ്യരിലൂടെയാണ് പാടിപ്പറയുന്നത്. ഇത്ര വലിയ മഹാനാണ് അദ്ദേഹം.
അള്ളാഹുവിന്റെ മദദ് കൊണ്ടൊക്കെ നമ്മളെ സഹായിക്കുമാറാവട്ടെ. റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കുക, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക. അപ്പോഴാണ് ജീവിതത്തിൽ നമ്മൾക്കൊക്കെയും വിജയമുണ്ടാകുകയുള്ളൂ. അള്ളാഹു നമ്മൾക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, മഹാനായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ഒരു അൻസാരിയായ സ്വഹാബിയോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത് എന്നറിയോ? സവ്വിജ്നി ഇബ്നതക, നിങ്ങളെ മകളെ നിങ്ങൾ എനിക്കൊന്ന് വിവാഹം ചെയ്തു തരുമോ? നിങ്ങളെ മകളെ വിവാഹം ചെയ്തു തരുമോ? ഈ അൻസാരിയായ സഹാബി ഒറ്റയടിക്ക് പറഞ്ഞു, അതേ നബിയെ, അങ്ങേക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. അപ്പോൾ പറഞ്ഞു, ഇന്നി ലസ്തു ഉരീദു ആലി നഫ്സി, എനിക്കല്ല അങ്ങനെ ഒരു വിവാഹം വേണ്ടത്. ഞാൻ എനിക്കൊരു വിവാഹത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഫലിമൻ യാ റസൂലല്ലാഹ്, ആർക്കാണ് നബിയെ അങ്ങനെ ഒരു വിവാഹം അങ്ങ് അന്വേഷിക്കുന്നത്? അള്ളാഹുവിന്റെ ഒരു അൻസാരിയായ സ്വഹാബി, ആ അൻസാരിയായ സ്വഹാബിക്ക് സുന്ദരിയായ ഒരു മകളുണ്ട്. ആ മകളെ വിവാഹം ചെയ്തു തരുമോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അതേ, വിവാഹം ചെയ്തു തരാം. നബിക്കാണെങ്കിൽ വിവാഹം ചെയ്തു തരാം. റസൂലുള്ള പറയുന്നു, എനിക്കല്ല നിങ്ങൾ വിവാഹം ചെയ്തു തരേണ്ടത്. ആർക്കാണ് നിങ്ങൾ അതാ വിവാഹം ചെയ്തു തരേണ്ടതെന്നറിയോ? അത് ജുലൈബീബിനാണ്. ജുലൈബീബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കറുത്ത ആളാണ്, ഡാർഫ് കുള്ളനാണ്. അദ്ദേഹം അതാ സ്വഹാബികളെ കൂട്ടത്തിൽ കാണാൻ കൊള്ളാത്ത, അദ്ദേഹത്തെ ഭംഗിയില്ലാത്ത ഒരാളാണ്. ആളുകളുടെ ഇടയിലൊക്കെ അദ്ദേഹത്തേക്ക് ഒരു ഏത് രൂപത്തിൽ സംസാരിക്കാന്ന് ചോദിച്ചാൽ എന്തോ ഒരു കമ്മിയുള്ളത് മാതിരിയാണ് അദ്ദേഹത്തെ ആളുകൾ കാണുന്നത്. ജുലൈബീബിന എന്ന് പറഞ്ഞപ്പോ ആ അൻസാരിയായ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യയോടൊന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ എന്റെ മകളെ ജുലൈബീബിന് കല്യാണം കഴിച്ചു കൊടുക്കാം. ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാം. ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ മകൾക്കൊരു വിവാഹം പറയുന്നുണ്ട്. ആ വിവാഹം പറയുന്നുണ്ട്. ഭാര്യ ചോദിച്ചു, ആർക്കാണ്? മുത്തുനബിക്കാണോ? അല്ല. പിന്നെ ആർക്കാണ് പറയുന്നത്? ജുലൈബീബിനാണ്. ഭാര്യ പറഞ്ഞു, വേണ്ട, നമ്മളെ ഈ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളൊക്കെ കളിയാക്കുന്ന ജുലൈബീബിന് നമ്മളെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയോ? അതുകൊണ്ട് നബിയോട് ചെന്നിട്ട് പറ, എന്റെ മകളെ ഞാൻ ജുലൈബീബിന് കല്യാണം കഴിച്ചു കൊടുക്കൂല എന്ന് പറ. ഇതിങ്ങനെ പറഞ്ഞു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മകള് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മകള് വാപ്പാന്റെയും ഉമ്മാന്റെയും അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പാ, എനിക്ക് ഇനി ജുലൈബീബല്ലാത്തൊരു ഭർത്താവ് വേണ്ട. കാരണം ആ കല്യാണം അന്വേഷിച്ചത് മുത്തു റസൂലുള്ള വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചത് കൊണ്ട് എനിക്ക് ജുലൈബീബിനെ എന്റെ മതി എന്ന് വാപ്പാ നിങ്ങൾ റസൂലുള്ളാഹിനോട് ചെന്നുകൊണ്ട് പറ. ജുലൈബീബ് റളിയല്ലാഹു അൻഹു മതി എന്ന് ഈ അൻസാരിയായ സ്വഹാബി ചെന്നിട്ട് റസൂലുള്ളാഹിനോട് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്റെ ഭാര്യയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്റെ മകള് പറയുന്നത്, മുത്ത് നബി പറഞ്ഞൊരു കല്യാണമല്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട, അതുകൊണ്ട് സമ്മതമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സന്തോഷമായി. റസൂലുള്ള വല്ലാതെ സന്തോഷിച്ചു പോയി. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് കേൾക്കണോ സഹോദരങ്ങളെ, ഈ ജുലൈബീബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോടുകൂടെ ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, മഹാനവറുകൾ രണാങ്കണത്തിൽ വെച്ച് യുദ്ധം ചെയ്തു. 7 ശത്രുക്കളെ കൊന്നുകളഞ്ഞു. അവസാനം രണാങ്കണത്തിൽ അതാ വെട്ടേറ്റു മരിച്ചു.
യുദ്ധം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, എവിടെയാണ് ജുലൈബീബ്? ജുലൈബീബിനെ കാണുന്നില്ലല്ലോ. രണാങ്കണത്തിൽ ഇങ്ങനെ പരിശോധിച്ചു നോക്കി. രണാങ്കണത്തിൽ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ കാണുന്നത് ജുലൈബീബ് വഫാത്തതാ, മരിച്ചു കിടക്കുന്നു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമായി പോയി. അള്ളാന്റെ റസൂലിന്റെ രണ്ട് കൈത്തണ്ടയിലതാ കിടത്തിയാര് ജുലൈബീബിനെ. ജുലൈബീബ് റളിയല്ലാഹുവിന് രണ്ട് കൈത്തണ്ടത്ത് കിടത്തിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ജുലൈബീബി എന്റേതാണ്, ഞാൻ ജുലൈബീബി എനിക്കുള്ളതാണ്, ജുലൈബീബി എനിക്കുള്ളതാണ് എന്ന് റസൂലുള്ള പറയുകയും എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഖബർ ഒരുക്കുകയും അദ്ദേഹത്തെ കുളിപ്പിക്കുകയും ചെയ്തു. റസൂലുള്ള തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തത്. എന്നിട്ട് എന്താണ് റസൂലുള്ള ചെയ്തതെന്നറിയോ മുഅ്മിനീങ്ങളെ? ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ചെയ്തത്, ഈ ജുലൈബീബിന് കല്യാണം പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്നിട്ട് പറയുന്നു, മോളെ, അല്ലാഹു നിന്നിൽ ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു നിനക്ക് അനുഗ്രഹം നൽകട്ടെ, നീ അത് ഏറ്റെടുത്തുവല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടുവല്ലോ, അതുകൊണ്ട് മോളെ നിനക്ക് അല്ലാഹു നിന്റെ ജീവിതത്തിലെ ഒരു പ്രയാസവും നൽകാതിരിക്കട്ടെ. ചരിത്രകന്മാര് രേഖപ്പെടുത്തി വെച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറ്റ ദുആ കൊണ്ട് ആ പെൺകുട്ടിയെ പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു. വലിയ സുഖമായിട്ട് മദീനയിൽ ജീവിച്ച ആ പെൺകുട്ടി എന്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു, ആ റസൂലുള്ളാഹിനെ അനുസരിച്ചു എന്നുള്ളത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ വിജയമുണ്ട് എങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഗൗരവമായി കാണേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചാൽ നമ്മൾക്കതാ ഈ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും. അല്ലാഹു നമ്മൾക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് മുത്തുനബി അനുസരിക്കുന്നില്ല, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മുത്തുനബി പറഞ്ഞ ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഏറ്റവും വലിയ സ്നേഹം ആരോടാണ് വേണ്ടത്? നിങ്ങളെ ഈമാൻ തന്നെ പൂർത്തിയാകൂല. ചില ആളുകൾ പറയും, എന്റെ മോളെ കെട്ടിക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് മക്കത്തുക്കും റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകാൻ. ശരിയല്ലത്. ഏറ്റവും വലിയ സ്നേഹം ആരോടാണ് നീ പ്രകടിപ്പിക്കേണ്ടത്? മുത്തു മുഹമ്മദ് മുസ്തഫ. നമ്മൾക്കാണ് റസൂലുള്ളാഹിനോട് സ്നേഹം കുറവുള്ളൂ. എന്നാൽ നിങ്ങൾ നോക്കൂ, മുത്തുനബിക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിന്റെ പേരാണ് ഖസ്വാഹ്. ചില ആളുകളൊക്കെ അവരുടെ വാഹനത്തിന്റെ മുകളിൽ എഴുതി വെക്കുന്നുണ്ട് ഖസ്വാഹ്. ഖസ്വാഹ് ഏതാ അറിയോ? റസൂലുള്ളാഹിന്റെ ഒട്ടകമാണ്. റസൂലുള്ളാഹിന്റെ ഒട്ടകമാണ് എന്ന് മാത്രമല്ല, 4ാമത്തെ വയസ്സിലാണ് മുത്തുനബിയുടെ അടുത്തേക്ക് ഈ ഒട്ടകം വന്നിട്ടുള്ളത്. 11 വർഷം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത ഒട്ടകമാണ് ഖസ്വാഹ്. എന്ന് മാത്രമല്ല, ബദറിൽ പങ്കെടുത്ത ഒട്ടകമാണ്, ഉഹദിൽ പങ്കെടുത്ത ഒട്ടകമാണ്, ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്ത ഒട്ടകമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനമായി റസൂലുള്ളാഹി ഹജ്ജിന് പോയപ്പോ കൊണ്ടുപോയ ഒട്ടകമാണ്. ഈ ഒട്ടകം റസൂലുള്ളാഹിക്ക് 11 കൊല്ലം ഖിദ്മത്ത് ചെയ്തിട്ട് റസൂലുള്ളാഹിനോട് മോട്ട് കാണിച്ചിട്ടില്ല, എതിര് കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റസൂലുള്ളാഹിനോട് ഒരു എതിരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഖസ്വാഹ് വെള്ളം കുടിച്ചിട്ടില്ല.
അതാ റസൂലുള്ളാന്റെ വഫാത്തിന്റെ സങ്കടം കൊണ്ട് റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം വെള്ളം കുടിക്കാതെ ആ ഭക്ഷണം കഴിക്കാതെ ഈ ലോകത്തിൽ നിന്നും മൗത്തായി പോയ ഒട്ടകമാണ് ഖസ്വാ. എന്തൊരു സ്നേഹം മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കൊക്കെ സ്നേഹിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. മുത്തുനബിയെ നന്നായിട്ട് സ്നേഹിക്കാം. റസൂലുള്ളാനെ സ്നേഹിച്ച ആശിക്കീങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്ന് ആ ചരിത്രത്തിൽ കാണുന്നത്. ഒരുപാട് ആളുകൾ നന്നായിട്ട് മുത്തുനബിയെ സ്നേഹിച്ചിട്ടുണ്ട്. നമുക്ക് കവിത എഴുതാൻ കഴിയുകയാണെങ്കിൽ മുത്തുനബിയെ കുറിച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയതാണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ ചൊല്ലിയത്. ശബീഉക ബദ്റുൽ ലൈലി ബല്ലന്ത അൻവറൂ വവജ്ഹുക മിമ്മായിൽ മലാഅതി അസ്അറൂ. ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടിയതാണ് ഉലൂമുൻ നുജൂമുൽ ഖൽബി വല്ലഖലു ശംസുഹു വമഅരിഫത്തുർ റഹ്മാനി ബദ്റും മുനവ്വറൂ. റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കാൻ ഞമ്മക്കേ താല്പര്യ കമ്മിയുള്ളൂ. സ്വഹാബികളൊക്കെ റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ക് വെച്ചു. നമ്മൾ ബുർദ ചെല്ലാറില്ലേ? ഇമാം ബുസൂരി റഹിമഹുല്ലാന്റെ ബുർദ ബൈത്ത്. ആ ബുർദ ബൈത്ത് ഇങ്ങനെ ചെല്ലുമ്പോ അവസാനം പറയുണ്ടല്ലോ സുമ്മരി ലാ അന്നബി ബക്കരി വഅൻ ഉമരി വഅൻ അലി വഅൽ ഉസ്മാൻ ദിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഅത്തിൻ വഅബി ഉബൈദത്തിൻ വബനി ഫിൽ അശീരിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ. അതിൽ 10ാമതായി ഇമാം ബുസൂരി റഹിമഹുല്ല എണ്ണുന്നത് ആരെയാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെയാണ്. എന്നാൽ ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് റസൂലുള്ളാന്റെ കാലശേഷം എന്തൊരു വിഷയം വന്നാലും സ്വഹാബത്ത് ചർച്ച ചെയ്യ മുശാവറ നടത്തുക അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോടാണ്. എന്ത് റസൂലുള്ളാഹിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. സ്വഹാബികളെ കൂട്ടത്തിൽ അവസാനം സ്വർഗത്തിൽ കടക്കുന്ന സ്വഹാബി അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ്. മഹാന്മാരായ അംബിയ മുർസലുകളിലെ അവസാനം സ്വർഗത്തിൽ കടക്കുക അത് സുലൈമാൻ നബിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കുറിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ കുറിച്ച് മുത്തുനബി 10 സ്വഹാബികളിൽ എണ്ണിയിട്ടുണ്ട്. ചരിത്രകന്മാര് രേഖപ്പെടുത്തി വെച്ചത് ഖുലഫാഉർ റാഷിദീങ്ങൾ കഴിഞ്ഞാ പിന്നെ ഇനി ഒരു ഖലീഫയാകാൻ യോഗ്യനായ ആള് ആര് തന്നെയാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ സ്വഹാബികളെല്ലാവരും പറഞ്ഞതിന് രണ്ടാമത്തെ ഖലീഫയാകേണ്ടത് ആരാണ്? അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ നിങ്ങൾ ആക്കണേ എന്നാണ് സ്വഹാബികളെ തീരുമാനം. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇങ്ങനെ ഓടി നടന്നു. എല്ലാവരോടും മുശാവറ നടത്തി. മുശാവറ നടത്തിയാൽ മുശാവറയെ അംഗീകരിക്കണം. അതിലാണ് ബറക്കത്ത്. അതിലാണ് ബറക്കത്തുള്ളത്.
വരുന്നത്. എന്നാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എല്ലാവരോടും ഇങ്ങനെ ചർച്ച ചെയ്തു, ഇനി ആരാണ് ഖലീഫയാകുക? ആരും തയ്യാറല്ല. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ ഖലീഫയായി നിൽക്കില്ല. അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഖലീഫയായി നിൽക്കില്ല. അലിയാർ തങ്ങളും ഉസ്മാൻ തങ്ങളും പറഞ്ഞു, നിങ്ങളാണ് രണ്ടാമത്തെ ഖലീഫയാകേണ്ടത്. ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഖലീഫയാകണം. ഞാൻ ഖലീഫയാകില്ല. ആരും ഖലീഫയാകാൻ തയ്യാറാകുന്നില്ല. അവസാനം സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു തർക്കം വന്നാൽ മുത്തുനബി പറയാറുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വാക്ക് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാറുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ ഖലീഫയായി ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സ്വകാര്യ ആളാണ്. മുത്തുനബി സ്വകാര്യം പറയൽ ആരോടാണ്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോടാ. എല്ലാ കാര്യങ്ങളും മുത്തുനബി പറയും. മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ ധനാഢ്യനായിരുന്നു, വലിയ കോടീശ്വരനായിരുന്നു, വലിയ കുടുംബക്കാരനായിരുന്നു. റസൂലുള്ളാഹിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവരാണ്. മദീനയിൽ ഹിജ്റ വന്നപ്പോ ഒരു അൻസാരിയായ സ്വഹാബിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു രാത്രി അതാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഇങ്ങനെ കരയുകയാണ്. കരഞ്ഞപ്പോ ആ അൻസാരിയായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് പറഞ്ഞു, അല്ലയോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ, എനിക്ക് രണ്ട് ഭാര്യന്മാരുണ്ട്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഭാര്യയെ ഞാൻ ത്വലാഖ് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. എനിക്ക് മദീനയിൽ ഒരു തോട്ടങ്ങളുണ്ട്, ആ തോട്ടം നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾ ശ്രമിക്കൂ, നിങ്ങൾ വ്യസനിക്കല്ല, നിങ്ങൾ പ്രയാസപ്പെടല്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ അതിനു വേണ്ടിയൊന്നല്ല കരയുന്നത്. അദ്ദേഹം അതാ ഒരു തോട്ടം കാണിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് മാർക്കറ്റ് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് നല്ല ബിസിനസ് നടത്താൻ കഴിയുന്ന, കച്ചവടം നടത്താൻ കഴിയുന്ന മഹാനാ. അദ്ദേഹം മദീനയിൽ ഇങ്ങനെ കച്ചവടം നടത്തി. അൽഹംദുലില്ലാഹ്. ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, നിങ്ങളെ കയ്യിൽ എന്താണ് ഇസ്ലാമിന് തരാനുള്ളതെന്ന് ചോദിച്ചപ്പോ 4000 ദീനാർ കൊടുത്ത മഹാനാണ്. ഏത് കാലത്തെന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മുമ്പ് റസൂൽ ചോദിച്ചു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇനി നിങ്ങളെ കയ്യിൽ എന്താണ് ബാക്കിയുള്ളത്? എന്റെ കയ്യിൽ ഇനിയും 40,000 ബാക്കിയുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും വലിയ വലിയ സമ്പത്തിന്റെ ഉടമയായി തീർന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. വലിയ സമ്പത്തിന്റെ ഉടമയായി തീർന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. മുത്തുനബി വഫാത്തായതിനു ശേഷം അവിടത്തെ ഭാര്യമാർക്ക് ജീവിക്കാൻ വേണ്ടി തന്റെ തോട്ടം വിറ്റിട്ട് അതിന്റെ ക്യാഷ് അവർക്ക് വേണ്ടി മാറ്റിവെച്ച മഹാനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മദീനയിലെ ഏറ്റവും വലിയ മുതലാളിയാ. എന്നിട്ട് ഇനി കേൾക്കണം, ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിലെ സ്വഹാബത്ത് മുഴുവനും ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഘട്ടത്തില് ആരുമുണ്ട്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുമുണ്ട്. ആരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സ്വഹാബത്ത്.
റസൂലുള്ള വരുന്നത് വളരെ അച്ചടക്കത്തോടു കൂടിയാണ് സ്വഹാബത്തിരിക്കുക. സ്വഹാബത്ത് അവരെ തല താഴ്ത്തിയിരിക്കും. റസൂലുള്ളാഹിനൊക്കെ അവർക്ക് അത്രയും ഇഷ്ടമാണ്. ഒരു സദസ്സിലേക്ക് റസൂലുള്ള വന്നാൽ ഒരു ചലനം പോലും ഉണ്ടാകുകയില്ല. ഒരു ചലിക്ക് അവർ ഒരിക്കലും അവിടെ ഒട്ടാസം ഉണ്ടാകൂല, ശബ്ദ കോലാഹലങ്ങളില്ല. അവരുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും ആ പക്ഷിക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തില് വളരെ ചലനമില്ലാത്ത രൂപത്തിലാണ് സ്വഹാബത്തിരിക്കുക. ആ സമയം റസൂലുള്ള ഇങ്ങനെ മദീന പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അന്തത്തു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽവാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്തൊരു പ്രകാശമുള്ള മുഖമാ! സൂര്യനെ പോലും ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന മുഖമുള്ള എന്തൊരു സൗന്ദര്യമുള്ള മുഖമാണ്. ആരും ആ മുഖത്തേക്കൊന്ന് നോക്കിപ്പോകും. അന്ന് മുത്തുനബി ഇട്ടിരിക്കുന്ന കമീസ് വളരെ ചന്തമുള്ളൊരു കമീസ് ധരിച്ചിട്ട്, നല്ലൊരു കമീസ് ധരിച്ചിട്ടാണ് റസൂലുള്ള വന്നിരിക്കുന്നത്. ആ സദസ്സിൽ ഇങ്ങനെ വന്നിരുന്നു. സ്വഹാബത്ത് നോക്കി. വളരെ പ്രൗഢിയുള്ളൊരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഒരു പെണ്ണ് റസൂലുള്ളാഹിക്ക് ഹദിയ കൊടുത്തതാണ്, റസൂലുള്ളാഹിക്ക് സമ്മാനമായി കൊടുത്തതാണ്. ആ കമീസ് ഇട്ടാണ് റസൂലുള്ള വന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എണീക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ എണീറ്റിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങിട്ടിരിക്കുന്ന കമീസ് എനിക്ക് വേണേ നബിയേ. എല്ലാവരും ഇങ്ങനെ അടക്കം പറയാൻ തുടങ്ങി. എന്താണ് ഇദ്ദേഹം ചോദിക്കുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇട്ടിരിക്കുന്ന കമീസാണ് ചോദിക്കുന്നത്. ചോദിച്ചാൽ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? ചോദിക്കാൻ പാടില്ലായിരുന്നു. ചോദിച്ചാൽ തരുമെന്ന് അറിയില്ലേ? അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ടിരിക്കുന്ന കമീസ് പോലോത്ത ആയിരക്കണക്കിന് കമീസ് വാങ്ങാനുള്ള ആസ്തിയുള്ളവനാണ് ഞാന്. അതുകൊണ്ടല്ല ഞാൻ ഈ കമീസ് ചോദിച്ചത്. എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെടില്ല. ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിന്റെ കമീസ് ധരിപ്പിച്ചതിന് ശേഷമല്ലാതെ നിങ്ങൾ എന്നെ കഫൻ ചെയ്യരുതെന്ന് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അല്ലാഹു അടുത്ത ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അവർക്കൊക്കെ മുത്തുനബിയോട് വല്ലാത്ത സ്നേഹന്. ഞാനൊരൊറ്റ സംഭവം പറഞ്ഞ് നമ്മളെ സമയം ഞാൻ അവസാനിപ്പിക്കാം. നന്നായിട്ട് മുത്തുനബിയെ സ്നേഹിക്കാം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ ഒന്ന് സ്വപ്നം കണ്ട മുത്തം കൊടുക്കാനുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഏത് വലിയ വലിയ കിതാബ് രചിച്ച ഏത് ഇമാമിങ്ങൾ നോക്കി നിങ്ങൾ, ഏത് ഇമാമിങ്ങൾ വലിയ വലിയ ഇമാം മുസ്ലിം റഹിമഹുമുള്ള, ഇമാം ബുഖാരി റളിയല്ലാഹുവിനെക്കാട്ടിയും വയസ്സ് കൂടിയ, എത്രയോ വയസ്സ് കൂടിയ ആളാണ്. പ്രായം കൊണ്ട് ഏറ്റവും പ്രായമുള്ളത് മുസ്ലിം ഇമാമിനിക്കാണ്. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ചെറുപ്പക്കാരനാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തേക്ക് ആര് വന്നു? ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ കാൽക്കൽ വീണു ആര്? ഇമാം മുസ്ലിം തങ്ങള്. ആ കൈയൊന്ന് തലയോടി
തന്റെ തലയിൽ സയ്യിദുന ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. പിന്നീട് അങ്ങട്ട് ആലിമായി അദ്ദേഹത്തിന് ഇൽമു അല്ലാഹു തആല കൊടുത്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചത്. ഇമാം ബുഖാരി തങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ, ഏതൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടിരിക്കും, റസൂലുള്ളാഹിനെ കണ്ടിരിക്കും. ഇനി വേണ്ട, നമ്മൾ ചെറിയ കിതാബാണല്ലോ നമ്മൾ ഓതുന്ന സർഫിന്റെ കിതാബുകള്. ഇമാം തഫ്താസാനിന്റെ ചരിത്രം നോക്കി നിങ്ങൾ. തഫ്താസാനി ഇമാമിന്റെ ചരിത്രത്തിൽ കാണാം, ആ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ബുദ്ധി കുറഞ്ഞ ഒരാളെ അദ്ദേഹം. ഇമാം തഫ്താസാനി തങ്ങൾക്കൊരു എപ്പോഴും ഒരു ചിന്തയുണ്ട്, എനിക്ക് നന്നായിട്ട് പഠിക്കണം, എനിക്ക് റസൂലുള്ളാഹിനെ കാണണം, റസൂലുള്ളാഹിനെ കാണണമെന്ന അതിയായ മോഹമുള്ള ആളായിരുന്നു ഇമാം തഫ്താസാനി. സ്വപ്നം കണ്ടു, വായ തുറക്കാൻ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഉമ്മുനീര് പുരട്ടിക്കൊടുത്തു. മുൻഗാമികൾ മുഴുവനും റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ നമുക്കും കാണാൻ ഭാഗ്യം നൽകട്ടെ. അതിന് നന്നായിട്ട് സ്നേഹിക്കണം. സ്നേഹം പോരാ. ഞാനൊരൊറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. ഹിജ്റ വരുന്ന സമയത്ത് മദീനക്കാര് റസൂലുള്ളാഹിനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവര് റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചിരിക്കാന്ന് മാത്രമല്ല, അവരൊക്കെ ഈത്തപ്പന മരത്തിന്റെ മുകളിലൊക്കെ കയറി നോക്കി മുത്തുനബി വരുന്നുണ്ടോന്ന്. നമുക്ക് മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയും, അവിടെ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹിനെ അവർ കാത്തിരുന്ന, റസൂലുള്ളാഹിനെ വരവേറ്റൊരു സ്ഥലമുണ്ട് മദീനയിൽ സിയാറത്തിൽ പോകുമ്പോ കാണാൻ കഴിയും. അങ്ങനെ എല്ലാവർക്കും എന്തൊരു ആഗ്രഹമുണ്ട്, റസൂലുള്ളാഹിനെ കാണണം, ഞങ്ങളെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന നിവാസികൾ ഒന്നടങ്കം സന്തോഷത്തിലാ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചത് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി. മദീനയിലേക്ക് റസൂലുള്ളാഹി വന്നപ്പോ ഓരോ സഹാബികൾ പറഞ്ഞത്രേ, നബിയെ, അൻസാരികൾ പറഞ്ഞു, എന്റെ വീട്ടിൽ സുഖമില്ലാത്ത ഒരാളുണ്ട്, അവർക്ക് കാണാൻ വലിയ കൊതിയുണ്ട്. ഓരോരുത്തരും പറഞ്ഞു, ഞങ്ങളെ മുന്നിലൊന്നും ഇറങ്ങോ, ഞങ്ങളെ വീട്ടിലൊന്നും ഇറങ്ങോ, ഞങ്ങളെ വീട്ടിൽ സുഖമില്ലാത്ത ആളുകളുണ്ട്, പ്രായാധിക്യമുള്ളുണ്ട്, വയസ്സായ ആളുകളുണ്ട്, അവർക്ക് കാണാൻ ആഗ്രഹമുണ്ട്. നബിയെ ഒന്ന് വരുമോ, ഞങ്ങളെ വീട്ടിലേക്കൊന്ന് കാലുകുത്തുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ഖസ്വാ എവിടെയാണോ മുട്ടുകുത്തുന്നതെങ്കിൽ അവിടെയാണ് ഞാൻ ഇറങ്ങുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസ്വാ ഒട്ടകം മുട്ടുകുത്തിയത് ആരെ വീട്ടിലാണെന്നറിയോ? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. വീടിന്റെ അടിഭാഗം മുഴുവനും റസൂലുള്ളാഹിക്ക് വേണ്ടി മാറ്റിക്കൊടുത്തു. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വീടിന്റെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. പക്ഷേ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ടവർ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുകളിലും റസൂലുള്ളാഹി വീടിന്റെ താഴ്ഭാഗത്തുമാണ് താമസിക്കുന്നത്. പക്ഷേ രാത്രി ഉറക്കം വരുന്നില്ല. നബിയുടെ ദേഹത്തേക്ക്, അവിടത്തേക്ക് എന്റെ ഈ ചലനം ഒരു പ്രയാസമാകുമോ? ഞാനും എന്റെ ഭാര്യയും മുകൾ ഭാഗത്ത് താമസിക്കുമ്പോ ഞങ്ങളുടെ ചലനം റസൂലുള്ളാഹിക്ക് പ്രയാസമാകുമെന്ന് ചിന്തിച്ചിട്ട് രാത്രി ഉറങ്ങാതെ ഒരു മൂലയിൽ പോയിരുന്നു അബൂ അയ്യൂബുൽ അൻസാരി തങ്ങള്. എന്നിട്ട് നേരം വെളുത്തപ്പോ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ നിംതു ലൈലത്താന വലാ ഉമ്മുൻ അയ്യൂബ്, ഞാനും എന്റെ ഭാര്യയും ഇന്നലത്തെ രാത്രി ഉറങ്ങിയിട്ടില്ല. എന്താ ഉറങ്ങാത്തതിന്റെ കാരണം എന്നറിയോ? ഞങ്ങൾക്ക് നബിയേ, ഞങ്ങളുടെ ചലനം അങ്ങേക്ക് പ്രയാസമാകുമോ? ഞങ്ങൾക്കത് വല്ലാതെ പേടിയുണ്ട് നബിയേ.
ഞങ്ങൾ മുകൾ ഭാഗത്ത് താമസിച്ചാൽ പൊടിപടലങ്ങൾ അങ്ങയുടെ ദേഹത്തേക്ക് വീണിട്ട് പ്രയാസമാകുമോ എന്ന് ഞങ്ങൾ പേടിച്ച് പോയിട്ടുണ്ട്. ഉടനെ അവിടെ നിന്ന് പറയുകയാണ്, ബി അബീ വ ഉമ്മീ ഇന്നി അക്റമു അൻ അകൂന ഫൗകക വ തകൂന അസ്ഫല മിന്നീ. എന്റെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് ദണ്ഡമാണ് നബിയേ. ഞാൻ അങ്ങയുടെ മുകളിലും അങ്ങ് എന്റെ താഴെയായി ഇഷ്ടപ്പെടുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, ജനങ്ങളും കൂടുതലാവുന്ന സമയത്ത് ഞാൻ താഴെ താമസിക്കലാണ് ഏറ്റവും നല്ലത്. ആളുകളൊക്കെ മദീന പള്ളിയിലേക്ക് വരുന്നത്, എന്നെ കാണാൻ വരുന്നത് കൊണ്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ തായ് ഭാഗത്ത് തന്നെ താമസിക്കാം. കാരണം എനിക്ക് ആളുകളൊക്കെ വന്ന് എന്നെ സന്ദർശിക്കുന്നത് കൊണ്ട് ഏറ്റവും സൗകര്യം അടിഭാഗമാണ് എന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്തു. ആര്? ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ദുനിയാവും ആഖിറവും ഞങ്ങളെ വിജയിപ്പിക്കണേ റഹ്മാനേ. പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ള വഫാത്തായി, കേൾക്കണം അവസാനം. റസൂലുള്ള വഫാത്തായിട്ട് റസൂലുള്ളാനെ മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറവ് ചെയ്യുമ്പോൾ ആരൊക്കെണ്ട്? അലിയാർ തങ്ങളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ ആരുണ്ടെന്നറിയോ? മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു കബറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം റസൂലുള്ളാനെ ഇറക്കി വെച്ചതിന് ശേഷം അതാ മനഃപൂർവം അദ്ദേഹത്തിന്റെ ആ ഖാതിം, അദ്ദേഹത്തിന്റെ മോതിരം അദ്ദേഹം റസൂലുള്ളാന്റെ കബറിലേക്ക് ഇട്ടു. അദ്ദേഹം മനഃപൂർവം തന്റെ മോതിരം കബറിലേക്ക് ഇട്ടു. റസൂലുള്ളാന്റെ മുകളിൽ 11 കല്ല് വെച്ച് അങ്ങനെ അവസാനം മുഗീറത്ത് ബിൻ ശുഅബ തങ്ങള് അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, അലിയാർ തങ്ങളെ, എന്റെ മോതിരം റസൂലുള്ളാന്റെ കബറിൽ മറന്നു വെച്ചിട്ടുണ്ട്, ഒന്ന് എനിക്കത് തിരിച്ചെടുക്കണമല്ലോ. അലിയാർ തങ്ങൾ സമ്മതം കൊടുത്തു. മുഗീറത്ത് ബിൻ ശുഅബ തങ്ങൾക്ക് അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. റസൂലുള്ളാനെ അവസാനം ഒന്ന് തൊടണം എനിക്ക്. മുഗീറത്ത് ബിൻ ശുഅബ തങ്ങൾ കബറിലേക്ക് ഇറങ്ങി. മോതിരമെടുക്കാനല്ല, അവസാനം മുത്തുനബിക്കൊരു മുത്തം കൊടുക്കണം, റസൂലുള്ളാനൊന്ന് സ്പർശിക്കണം. അവസാനമായിട്ട് മുത്തുനബിയെ സ്പർശിച്ച സഹാബി അത് മുഗീറത്ത് ബിൻ ശുഅബ. അത്രമാത്രം സ്നേഹമായിരുന്നു സ്വഹാബത്തിന്. ഇനി 10,000 സ്വഹാബികൾ, അവർക്കൊക്കെ റസൂലുള്ളാഹിനോട് ഇഷ്കായിരുന്നു. ഓരോ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ മുത്തുനബിയെ കുറിച്ച് പറയാൻ എത്ര പറയാനുണ്ട്. അല്ലാഹുവേ, ആ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഓരോ സഹാബികളും മുത്തുനബിയോട് പറഞ്ഞത് എന്താ അറിയോ? റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ റസൂലുള്ളാഹിനോട് പല സ്വഹാബികളും പറഞ്ഞു, നബിയെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പ് വഫാത്ത് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുമെന്ന്. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാ അങ്ങനെ മരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യേണ്ടതെന്ന്? അവിടുന്ന് പറഞ്ഞു, അങ്ങയുടെ മുമ്പ് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ കുളിപ്പിക്കുന്നതൊരു പ്രവാചകനാണ്, ഞങ്ങളെ കഫൻ ചെയ്യുന്നൊരു പ്രവാചകനാണ്, ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതൊരു പ്രവാചകനാണ്, ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു പ്രവാചകനാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തുനബിയെ സ്നേഹിക്കണേ. മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ മുത്തു റസൂലുള്ളാനെ ഒന്ന് സ്വപ്നം കാണണ്ടേ. അല്ലാഹു നമ്മൾക്ക് അതിനൊക്കെയും ഭാഗ്യം നൽകുന്ന ആശിക്കീങ്ങളിൽ പടച്ച റബ്ബ് ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ഓൺലൈനിലും അതുപോലെ തന്നെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ആളുകളും നമ്മളെ ജലാലിയ റാത്തീബിന്റെ സമാപനമാണ് നാളെ. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സ്ഥാപനത്തെ നീ സഹായിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതിന്റെ ഗുണകാംക്ഷികളുമുണ്ട് റബ്ബേ, ഒരുപാട് ആളുകള്. അവർക്ക് റബ്ബേ ദുനിയാവിൽ അവരെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. മഹാനായ ബഹുമാനപ്പെട്ട തിർപ്പഞ്ചി ഉസ്താദ് നവ്വറല്ലാഹ്, അവിടുത്തെ മദദ് കൊണ്ടും കറാമത്ത് കൊണ്ടും ഈ സ്ഥാപനത്തെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു കാലഘട്ടത്തിന്റെ മുറബ്ബിയായ ശൈഖ് ശംസുൽ ഉലമാ, അവിടുത്തെ മദദ് കൊണ്ട് പടച്ച റബ്ബേ ഈ സ്ഥാപനത്തെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ശംസുൽ ഉലമയുടെ ശൈഖായ ശൈഖ് സഈദ് സിറാജുദ്ദീൻ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ എല്ലാ ജിന്നിയായ ശൈത്താനിയായ റൂഹാനിയായ എല്ലാവിധ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ. ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മാക്കിരീങ്ങളെ മക്കരിൽ നിന്ന് കാക്കുക അല്ലാഹ്. ചതിയന്മാരിൽ നിന്നും വഞ്ചകന്മാരിൽ നിന്നും അസൂയക്കാരിൽ നിന്നും ഈ സ്ഥാപനത്തിന്റെ മേധാവികളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പ്രവാസികളുണ്ട്, ഒരുപാട് നാട്ടുകാരുണ്ട് അല്ലാഹ്. അവർക്കൊക്കെയും ജീവിതത്തിൽ മഈശത്തിന്റെ മാർഗം നീ മുട്ടിക്കല്ലോ അല്ലാഹ്. പടച്ച റബ്ബേ അല്ലാഹ്, ഞങ്ങൾക്ക് ക്യാൻസർ എന്ന രോഗം ഞങ്ങളെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറിന്റെ അണുക്കള് അത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ തട്ടി മാറ്റണേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ല അല്ലാഹ്, പ്രഷർ നൽകല്ല അല്ലാഹ്, ഷുഗർ നൽകല്ല അല്ലാഹ്. കാലുവേദന, മുട്ടുവേദന, പുറം വേദന, നെഞ്ചുവേദന, പള്ളവേദന, രാത്രി ഉറക്കം വരാത്ത വേദനകളെ തൊട്ട് കാക്കുക അല്ലാഹ്. കീറി മുറിക്കുന്ന ഓപ്പറേഷനുകൾക്ക് വിധേയമാക്കുന്ന രോഗം നൽകല്ല അല്ലാഹ്. പടച്ച റബ്ബേ, ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഹിഫ്ളും അതുപോലെ മനക്കരുത്തും അതുപോലെ തന്നെ അവരെ ഉഖറവിയായ ആലിമീങ്ങളാക്കുക അല്ലാഹ്. അവരെ ഈ ദുനിയാവിൽ പടച്ച റബ്ബേ അവരുടെ വീട്ടിലെ ബറക്കത്ത് നൽകുക അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ പഠിക്കുന്ന മക്കളുടെ ഓരോ മക്കളുടെയും വീടുകളെ നീ സംരക്ഷിക്കപ്പെടണേ അല്ലാഹ്. ഇവിടത്തെ ഉസ്താദുമാര്, പല ഉസ്താദുമാരും പടച്ച റബ്ബേ പലർക്കും പല രോഗങ്ങളുണ്ട്, ശിഫ കൊടുക്കുക അല്ലാഹ്. വന്യരായ തങ്ങൾ ഉസ്താദ് ഈ ഉമ്മത്തിനിക്ക് ഒരുപാട് കാലം അല്ലാഹുവേ ആ തണലിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൽ, സുബ്ഹാനല്ലാഹിൽ അമാനുൽ അമാൽ, യാ ബുർഹാനുൽ അമാനുൽ അമാൽ, യാ ദയ്യാനുൽ അമാനുൽ അമാൽ, മിൻ സവാലിൽ ഈമാൻ വമിൻ ഫിത്നതി ആഖിർ الزمان وظلم السلطان وشر الشيطان وعسد الإخوان. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.